ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്ന ആസാം ടീ എസ്റ്റേറ്റിലാണ്. ഇവിടെ തേയിലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തേയില എന്നുള്ളത് അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് തേയില എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അത് അവരോട് ചോദിക്കാം. അകത്ത് കയറാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ എനിക്കിവിടെ കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ടാണ്, സ്മിത എന്ന് പേര്. ആലപ്പുഴക്കാരിയാണ്, കരുവാറ്റ അല്ലേ. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഈ വണ്ടിയിലാണ് വന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ KL29 കണ്ടോ. ഇത് മൊത്തം ഓൾ ഇന്ത്യ ടൂറാണ് ഈ വണ്ടി. അപ്പോൾ ഇപ്പോഴേ കുറച്ച് ഇല വെട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. തേയില കണ്ടോ. ഞങ്ങളെ തേയില കമ്പനിക്കാർ പറ്റിച്ചു, അവര് കാണിച്ചില്ല. തേയില കമ്പനിക്കാർ പറ്റിച്ചു. അപ്പൊ തേയിലക്കാട്ടിൽ വന്ന് ഞങ്ങള് കുറച്ച് ഇതൊക്കെ വന്നൊക്കെ തേയില എന്നുള്ളത് ഇങ്ങനെ കേട്ടോ. ആസാം ടീ. Be a star tonight. You fill my soul with light the day we met. I don't wanna leave you. ഇത് കണ്ടോ, ഈ ടീ പ്ലാന്റേഷനകത്ത് ഈ സാധനം എടുത്തിട്ട് ഇതെല്ലാം ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് എടുത്തിട്ട് നമ്മൾ നല്ല സ്റ്റാൻഡ് ഉണ്ടാക്കും. എൻ്റെ വീട്ടിലിരിപ്പുണ്ട് കേട്ടോ. ഇത് നല്ല ഇവിടെയൊക്കെ ഓരോരുത്തർ കൊണ്ട് കളയും, വിറക് കത്തിക്കുമെന്നൊക്കെ പറയുന്നു. നമ്മളവിടെ നല്ല വിലയാണ്. നല്ല സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, തേയിലക്കകത്ത് ഞാനിങ്ങനെ നിൽക്കുന്നത്. ആർക്കൊക്കെ ചായ വേണം പറഞ്ഞോ. ഇപ്പം എളുപ്പം ഇതാണ് സൂര്യ ടീ. ഞാൻ ഒരു കുളത്തൂടെ നോക്കട്ടെ. ഞാൻ പോകുകയില്ല. എന്താണെന്ന് പറയാം, ആ സാറ് പറഞ്ഞു പാമ്പുണ്ടെന്ന്. വേണ്ട ആ സ്വാമി വന്ന് അവനെ എന്തിനാ Me high, keeps me high. ഇങ്ങനെയുണ്ട് ടീ. നമ്മുടെ മൂന്നാർ ടീ പോലാണ് ആസാം ടീ. നല്ല ഒന്നാം തരം തേയിലയാണ്. നല്ല ചായ കുടിക്കാം. അപ്പോൾ ഞങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഞാൻ ആസാം ടീ ഇട്ട് ചായ ഇട്ട് തരാം കേട്ടോ. ആരെങ്കിലും വന്നാൽ ഞാൻ തെണ്ടി. സാറിനെ കണ്ടില്ല. അയ്യോ പിന്നെ സാറാണ് നമ്മുടെ കൂടെ വന്നത്, ദിൽരാജ് സാർ. എല്ലാരും അറിയുന്നതാ. അപ്പൊ കുളമൊന്നും ആയില്ല, ആറായ. അപ്പൊ സാറും മിസ്സും ആണ്. അപ്പൊ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. പിന്നെ ഞാൻ കഴിഞ്ഞ അപ്പൊ എല്ലാരും തേയിലക്കാടുകൾ കണ്ടല്ലോ. മൂന്നാറിൽ പോകുന്നത് പോലല്ല ഇവിടെ. നല്ല രസമുണ്ട്. പിന്നെ അവിടെ അതിൽ കയറാൻ പറ്റിയില്ല, ആ മാനേജർ ഇല്ലാഞ്ഞതുകൊണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ കയറുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പം ഇവിടെയൊക്കെ വന്ന് സമയം ഇരുട്ടി. അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.